18 വർഷങ്ങൾക്ക് മുൻപ് ലോകം മുഴുവൻ പറഞ്ഞു അയാൾക്ക് വട്ടാണെന്ന്. അന്ന് അയാൾ കണ്ട ഭ്രാന്തൻ സ്വപ്നങ്ങൾ കേട്ടാല് ഒരുപക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ തന്നെ ചിന്തിച്ചു പോകും. എന്നാൽ ഇന്ന് ലോകം മുഴുവൻ അയാളുടെ വളർച്ചയിൽ ഞെട്ടിത്തരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ലോകത്തിലെ തന്നെ ആദ്യത്തെ ട്രില്ലറായിട്ട് അയാൾ വളർന്നിട്ടുണ്ടെങ്കിൽ, ചൊവ്വാഗ്രഹത്തിലേക്ക് മനുഷ്യനെ ഇറക്കാൻ ഉറച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇലോൺ മസ്ക് നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. 1971 സൗത്ത് ആഫ്രിക്കയിലാണ് ഇലോൺ മസ്ക് ജനിക്കുന്നത്. ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തൊട്ട് തന്നെ ഇലോൺ മസ്ക് ഒരു സാധാരണ കുട്ടിയെ പോലെ ആയിരുന്നില്ല ബിഹേവ് ചെയ്തിരുന്നത്. കുറെ സയൻസ് ഫിക്ഷൻ പുസ്തകങ്ങളെല്ലാം വായിച്ചിട്ട് മറ്റ് ജീവജാലങ്ങളെല്ലാം നശിച്ചു പോയാലും മനുഷ്യവർഗ്ഗങ്ങൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യണമെന്നൊക്കെ അവൻ സ്ഥിരമായിട്ട് അവന്റെ കൂട്ടുകാരോട് പറയുമായിരുന്നു. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ ഞാൻ നിങ്ങളെല്ലാവരും അന്യഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ അന്നേ ഇലോൺ മസ്ക് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുമായിരുന്നു. എന്നാൽ മസ്കിന്റെ കൂട്ടുകാര് ഇതെല്ലാം പറഞ്ഞ് നിരന്തരം കളിയാക്കുമായിരുന്നു. കളിയാക്കൽ മാത്രമല്ല, ഭീകരമായിട്ട് മർദ്ദിക്കുമായിരുന്നു. ഒരിക്കൽ കൂട്ടുകാര് സ്കൂളിന്റെ പടിയിൽ നിന്ന് തള്ളിയിട്ടിട്ട് മസ്കിന്റെ ബോധം വരെ പോകുന്നുണ്ട്. എന്നാൽ ഈ അവഗണനകളും കളിയാക്കലുകളും അയാളിലെ സ്വപ്നങ്ങളെ തളർത്തിയില്ല. തന്റെ 12ാമത്തെ വയസ്സിൽ അച്ഛൻ സമ്മാനിച്ച ഒരു കമ്പ്യൂട്ടറിലൂടെ മസ്ക് കോഡിംഗ് പഠിക്കുന്നു. അവന്റെ കൂട്ടുകാരെല്ലാം വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ മസ്ക് ബ്ലാസ്റ്റർ എന്ന സ്വന്തം വീഡിയോ ഗെയിം ഉണ്ടാക്കിയിട്ട് $500 വിൽക്കുന്നു. അതായിരുന്നു മസ്കിന്റെ ആദ്യത്തെ വരുമാനം. അങ്ങനെ 17ാമത്തെ വയസ്സിൽ സൗത്ത് ആഫ്രിക്കയിലെ നിർബന്ധിത മിലിറ്ററിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം കയ്യിൽ തുച്ഛമായ പൈസയും കൊണ്ട് കാനഡയിലോട്ട് കടക്കുകയായിരുന്നു. കിട്ടിയ ജോലികൾ ചെയ്തും ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചും പഠിച്ചും അയാൾ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ തന്റെ 24ാമത്തെ വയസ്സിൽ സ്വന്തം സഹോദരനുമായി ചേർന്ന് സിപ്റ്റു എന്ന കമ്പനി തുടങ്ങുന്നു. വാടക കൊടുക്കാൻ പണമില്ലാത്തതുകൊണ്ട് ഓഫീസിന്റെ തറയിൽ തന്നെ കിടന്നുറങ്ങുന്നു. പബ്ലിക് ബാത്റൂം ഉപയോഗിക്കുന്നു. 1999 ആ കമ്പനി വിറ്റ് പേപ്പാൽ എന്ന വിപ്ലവം സൃഷ്ടിക്കുന്നു. പിന്നീട് പേപ്പാലും വിറ്റപ്പോൾ മസ്കിന്റെ കയ്യിലെത്തിയത് $180 മില്യൺ ആയിരുന്നു. സാധാരണയായി ചിന്തിക്കുന്ന ഏതൊരാളും ആ പൈസ വെച്ച് ജീവിതകാലം മുഴുവൻ സുഖമായിട്ട് വിശ്രമ ജീവിതം നയിക്കുമായിരുന്നു. എന്നാൽ ഇലോൺ മസ്ക് ഒരു പ്രാന്തൻ ചിന്തയുടെ പിറകിലായിരുന്നു. കയ്യിലുള്ള പണം മുഴുവൻ മുടക്കി റോക്കറ്റുകൾ നിർമ്മിക്കാൻ സ്പേസ് എക്സ്, ഇലക്ട്രിക് കാറുകൾക്കായി ടെസ്ല എന്നീ 2 കമ്പനികൾ തുടങ്ങുന്നു. 3 റോക്കറ്റ് ലോഞ്ചുകൾ, 3ഉം പരാജയം. അതോടുകൂടി ലോകം മുഴുവൻ വിധിയെഴുതി ഇലോൺ മസ്ക് ഇനി തിരിച്ചു വരില്ലെന്ന്. ബാങ്കിൽ പണമില്ലാതാവുന്നു. ഭാര്യയുമായുള്ള വിവാഹബന്ധം വേർപിരിയുന്നു. മാധ്യമങ്ങൾ വളഞ്ഞിട്ട് അയാളെ ആക്രമിക്കുന്നു. എന്നാൽ ഇലോൺ മസ്ക് തോറ്റ് പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. അവസാനത്തുള്ളി സമ്പാദ്യവും സുഹൃത്തുക്കളിൽ നിന്നും കടം വാങ്ങി കിട്ടിയ പണമെല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് 4ാമത്തെ റോക്കറ്റ് വിക്ഷേപിക്കുന്നു. ആ റോക്കറ്റ് വിജയകരമായി ലക്ഷ്യത്തിലേക്ക് കുതിച്ചു പായുന്നു. അതോടുകൂടി നാസയിൽ നിന്നും $1.6 ബില്യൺ കരാർ മസ്കിനെ തേടിയെത്തുന്നു. ഇന്ന് ടെസ്ല ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കാറുകളിൽ ഒന്നായി മാറണമെങ്കിൽ അതിന് പിറകിൽ അയാളുടെ പ്രാന്തൻ ചിന്തകളുണ്ട്. തോൽവികൾ അയാളുടെ അവസാനമായിരുന്നില്ല, പകരം അത് വിജയത്തിലേക്കുള്ള വഴിയിലെ ചെറിയ തടസ്സങ്ങൾ മാത്രമാണെന്ന് ജീവിതം കൊണ്ട് പഠിപ്പിച്ചു തന്ന ഇലോൺ മസ്കിന്റെ ഈ വിജയകഥ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും അയക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി.